Hello friends, welcome to this new session on professional business skills. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഇ ലേണിംഗ് ആണ്. ബിഫോർ ഗോയിങ് ഇൻ ടു ദിസ് കണ്ടന്റ് ഫർദർ, ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Now as we know, e-learning എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ലേണിംഗ് ആണ്. ലേണിംഗ് ഡൺ ത്രൂ ഇലക്ട്രോണിക് മീൻസ്. Now that involves either using a computer or using a computer along with the internet. അങ്ങനെ പല areas of learning ഉണ്ട് ഇതിനകത്ത്. Now what you have to understand is when you talk about types, ഞാനിപ്പോൾ ഈ ഷെയർ ചെയ്യാൻ പോകുന്ന കണ്ടന്റ് estudent.org എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിൽ നിന്നുള്ളതാണ്. കണ്ടിടത്തോളം ആ ഒരു വെബ്സൈറ്റ് വായിച്ചപ്പോൾ അതിനകത്തുള്ള കണ്ടന്റ് അത്യാവശ്യം റെലവെൻ്റ് ആയിട്ട് തോന്നി. സോ ദാറ്റ്സ് വൈ ഐ എം ഗോയിങ് ത്രൂ ദിസ് കണ്ടന്റ്. നൗ ലെറ്റ്സ് ലുക്ക് ഇൻടു ഇറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇ ലേണിംഗ്. ഫസ്റ്റ് വൺ, computer managed learning. Now when you talk about computer managed learning, it's nothing but basically ഒരു database അല്ലെങ്കിൽ ഒരു software based ആയിട്ടുള്ളൊരു program പോലെയാണ്. Okay, wherein the student interacts with the system, ഒരു ആ ഡേറ്റാബേസിലുള്ള ഇൻഫർമേഷൻ ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് they learn from that system. Now ഇതിനകത്ത് മാർക്കിങ്സും എക്സാംസും ഒക്കെ നടത്തുന്നത്, ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് ഈ പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെയാണ്. Now as these two entities communicate, അതായത് സ്റ്റുഡൻറ്റും കമ്പ്യൂട്ടറും കമ്മ്യൂണിക്കേറ്റ് അങ്ങനെ ഇങ്ങനെ ചെയ്ത് ഫൈനലി കമ്പ്യൂട്ടർ മേക്സ് എ ഡിസിഷൻ ബേസ്ഡ് ഓൺ സെവറൽ ഇവാലുവേഷൻസ് വെദർ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻറ്റ് ഹാസ് ലേൺഡ് വാട്ട് ദേ ഹാവ് കെയിം ഫോർ. സ്റ്റുഡൻറ്റ് പഠിക്കാൻ വന്ന ഒരു കാര്യത്തിനാണ് ആ കണ്ടൻറ്റ് പഠിച്ചിട്ടുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ്. അതിൻ്റെ ബേസിസിലായിരിക്കും പ്രോഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദി first one. Now the second one is computer assisted instruction. Now computer assisted instruction വേറൊരു പേരുണ്ട്, computer assisted learning എന്ന് പറയും. Now this is the type of learning wherein നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ട്രഡീഷണൽ ക്ലാസ് റൂമിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞിട്ടുള്ള ടീച്ചർ നിങ്ങൾക്ക് വീഡിയോസ്, പ്രസൻറ്റേഷൻസ് ആവാം അല്ലെങ്കിൽ ഓഡിയോ ഫയൽസ് കേൾപ്പിക്കുന്നതാവാം യൂസിങ് എ കമ്പ്യൂട്ടർ. ഇതിനെയാണ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സിങ്ക്രണസ് ഓൺലൈൻ ലേണിംഗ്. Now സിങ്ക്രണസ് ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത് റിയൽ ടൈമിൽ ഗ്രൂപ്പുകൾ തിരിച്ച് അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ വലിയ ഗ്രൂപ്പ്സ് ആയിരിക്കാം. ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ട്രെയിനർ ഉണ്ടാവും ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വീഡിയോ ചാറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സുകൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഓഫ്ലൈൻ ഗ്രൂപ്പുകൾ. ഇപ്പോൾ നമ്മുടെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ ആയിരിക്കാം. ഓൺലൈൻ വീഡിയോ ഫേസ് ടു ഫേസ് കോൺഫറൻസിങ്സ് ആയിരിക്കാം. അങ്ങനത്തെ ഒരു ഓൺലൈനായിട്ട് എല്ലാവരും കൂടെ ചേരുന്ന ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈവ് സെഷൻ ക്ലാസ്സസ് ഇല്ലേ, അതിനെയാണ് ഈ പറഞ്ഞിട്ടുള്ള സിങ്ക്രണൈസ്ഡ് ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് asynchronous ഓൺലൈൻ ലേണിംഗ്. asynchronous ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത് സെൽഫ് പേസ്ഡ് സ്റ്റഡീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സ്വന്തം ഇഷ്ടം സ്വന്തം ടൈമിൽ. ഇവിടെ നിങ്ങൾ ഡയറക്റ്റ് ഇൻട്രാക്ഷൻസ് വരുന്നില്ല. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരേ ടൈമിൽ ഇപ്പോൾ ലൈവ് സെഷനിലുള്ള പോലെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. സൂം അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഗൂഗിൾ മീറ്റ് വഴി കാണിച്ച് ചെയ്യുന്ന പ്രോഗ്രാംസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സെഷൻസ് ഉണ്ടല്ലോ, അതുപോലെയല്ലത്. ഇവിടെ റെക്കോർഡഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ ടൈമിലായിട്ടായിരിക്കും സെഷൻസ് വരുന്നത്. ക്ലിയർ? ഇതിൻ്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഗിവ്സ് us എ ലോട്ട് ഓഫ് ഫ്ലെക്സിബിലിറ്റി. ഇപ്പം നേരത്തെ പറഞ്ഞ മെത്തേഡിൽ സിങ്ക്രണസ് ഓൺലൈൻ ലേണിങ്ങിലൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്നൊരു വലിയൊരു പ്രോബ്ലം, ഇപ്പോൾ പെട്ടെന്നൊരു കറണ്ട് പോയി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ റേഞ്ച് ഇഷ്യൂ വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ഓക്കെ, അങ്ങനത്തെ അതിൻ്റെ ഒരു ഡീമെറിറ്റിനെ ഈ പറഞ്ഞിട്ടുള്ള asynchronous ഇല്ലാണ്ടാക്കുന്നു. നമുക്ക് നമ്മുടെ സൗകര്യം എപ്പോഴാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് വായിക്കാം അല്ലെങ്കിൽ പഠിക്കാം. അടുത്തെന്ന് പറയുന്നത് ഫിക്സ്ഡ് ഇ ലേണിംഗ് എന്നാണ്. ഫിക്സ്ഡ് ഇ ലേണിംഗ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, അതിൻ്റെ കണ്ടൻറ്റിൻ്റെ ഒരു ചേഞ്ചസും ഇല്ല. സ്റ്റാർട്ടിങ് ടു എൻഡ് ഒരേ കണ്ടൻറ്റ് എല്ലാവർക്കും ഒരേപോലെ തന്നെ. ദർ ഇസ് നോ ചേഞ്ചസ്. യൂഷ്വലി നിങ്ങളുടെ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, ഈ പറഞ്ഞിട്ടുള്ള മൂക്ക് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, ഈ മൂക്ക് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ഇൻ നേച്ചറാണ്. അതിനകത്തുള്ള കണ്ടൻറ്റ് ഫിക്സ്ഡ് ആണ്. നിങ്ങൾക്ക് അത് സെൽഫ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള AI ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിനകത്ത് ഇപ്പോൾ ഓരോരോ കണ്ടൻറ്റുകൾ ഉണ്ടല്ലോ, ആ കണ്ടൻറ്റ് ഇറ്റ് റിമെയിൻസ് ദ സെയിം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് അഡാപ്റ്റീവ് ഇ ലേണിംഗ് ആണ്. അഡാപ്റ്റീവ് ഇ ലേണിംഗ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ആ പേര് പോലെ തന്നെ അഡാപ്റ്റീവ് ഇൻ നേച്ചറാണ്. ഇപ്പോൾ ഓരോ ഡിഫറെൻറ്റ് ആൾക്കാർ, ഇപ്പോൾ ഇമാജിൻ ആ പ്രോഗ്രാമിൽ ഒരു 10 പേരുണ്ട്. 10 പേരും 10 രീതിയിലുള്ള ആൾക്കാരാണ്, 10 ടൈപ്പ് ആൾക്കാരാണ്, 10 ലേണിംഗ് ഹാബിറ്റ്സ് ഉള്ള ആൾക്കാർ, 10 പെർഫോമൻസ് ലെവൽസ് ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും എങ്ങനെയാണ് പെർഫോം ചെയ്യണേ അതിനനുസരിച്ചിട്ട് അവർക്ക് വേണ്ട വിധത്തിലുള്ള ട്രെയിനിങ്. ചില ആൾക്കാർക്ക് ബേസിക് കാര്യങ്ങൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ചില ആൾക്കാർക്ക് 1-2 സ്റ്റെപ്പ് മുന്നോട്ട് പോയാലും തെറ്റില്ല. കാരണം എന്താ, അവർ അത്യാവശ്യം ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അത് കണ്ടറിഞ്ഞ് ഓരോന്നിനും ഓരോ ലെവലിലായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. യൂഷ്വലി ഇതിനകത്ത് ഏതെങ്കിലും ഒരു AI
ഇൻവോൾവ് ആയിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു എലമെൻറ്റ് ഇതിനകത്ത് ഉണ്ടാകുമ്പോഴാണ് കുറച്ചുകൂടി ഇൻട്രാക്റ്റീവും കുറച്ചുകൂടി പറഞ്ഞ പോലെ പാർട്ടിസിപ്പൻറ്റിൻ്റെ ഒരു എബിലിറ്റി, അതായത് സ്റ്റുഡൻറ്റ്, ഇവിടെ പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റ്, ആ സ്റ്റുഡൻറ്റിൻ്റെ എബിലിറ്റി നല്ലപോലെ റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ആൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ലേണിംഗ് പാക്കേജസ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ലീനിയർ ഇ ലേണിംഗ്. നൗ ലീനിയർ ഇ ലേണിംഗ് എന്ന് പറയുന്നത് മോർ ഓർ ലെസ് ഇറ്റ്സ് എ വൺ വേ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, എക്സാമ്പിൾ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള പോഡ്കാസ്റ്റുകൾ അല്ലെങ്കിൽ ഓൺലൈൻ റേഡിയോസ് ആയിരിക്കാം. ഇപ്പം എൻ്റെ ഈ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ലീനിയർ ഇ ലേണിംഗ് ആണ്. ഞാൻ പറയുന്ന കണ്ടൻറ്റ് ഇലക്ട്രോണിക് മീൻസിലാണ് നിങ്ങളുടെ കയ്യിലെത്തുന്നത്. പക്ഷേ ഇറ്റ്സ് നോട്ട് എ ടു വേ കമ്മ്യൂണിക്കേഷൻ. ഞാനിവിടെ ക്ലാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ യു കാണ്ട് എന്താ പറയുക എന്താണ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റില്ല. ഈ വീഡിയോ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടും. പക്ഷേ ഒരു ലൈവായിട്ടുള്ളൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ ഇവിടെ സംഭവിക്കുന്നില്ല. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ലീനിയർ ഇ ലേണിംഗ്. അതിൻ്റെ ക്ലാസിക് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് ഗിവൺ ത്രൂ റേഡിയോ, പോഡ്കാസ്റ്റ്, അങ്ങനത്തെ. ഓക്കെ, ദെൻ ഇൻറ്ററാക്റ്റീവ് ഓൺലൈൻ ലേണിംഗ്. നൗ ഇൻറ്ററാക്റ്റീവ് ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ ടു വേ കമ്മ്യൂണിക്കേഷനാണ് അവിടെ വരുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ലൈവ് സെഷൻസ് ഒക്കെ ഈ പറഞ്ഞിട്ടുള്ള ടു വേ ഇൻട്രാക്റ്റീവ് ലേണിംഗ് സെഷൻസ് ആണ്. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഓഗ്മെൻറ്റഡ് റിയാലിറ്റി കൊണ്ടുവരാം, വെർച്വൽ റിയാലിറ്റി കൊണ്ടുവരാം, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഓൺലൈൻ ലേണിംഗ് ആണ്. നൗ ദിസ് ടൈപ്പ് ഓഫ് ലേണിംഗ് ഇറ്റ്സ് മോർ ലേണിംഗ് ഓറിയൻറ്റഡ് റാദർ ദാൻ സ്റ്റുഡൻറ് സെൻറ്റേർഡ് മെത്തേഡ്. അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, മുമ്പത്തെ പോലെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് ആണെങ്കിൽ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരാണ്. റൈറ്റ്, ഓൺലൈൻ ലേണിംഗ്, ഇൻഡിവിജ്വൽ ഓൺലൈൻ ലേണിംഗിൽ ഇപ്പോൾ നിങ്ങളൊരു വിദ്യാർത്ഥി, ഓക്കെ, നിങ്ങളെന്ന സ്റ്റുഡൻറ്റ് ഈ ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു സബ്ജക്റ്റ്, ഇമാജിൻ റിസ്ക് എന്ന് പറഞ്ഞൊരു ഏരിയയാണ് നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഫിനാൻസിലെ റിസ്ക് എന്ന് പറഞ്ഞ കണ്ടൻറ്റ് എന്താണ്, ഓക്കെ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ടീച്ചർ തരുന്നതല്ല, നിങ്ങൾ തന്നെത്താനെ തപ്പിപ്പോയി നിങ്ങൾ ഓൺലൈനിൽ നോക്കി ബുക്സ് റെഫർ ചെയ്ത്, ഇറ്റ്സ് യുവർ സൈഡ്. ഓക്കെ, ദ തിങ് ഇസ് കമ്മിങ് ഫ്രം യുവർ സൈഡ്. ആ സെർച്ച് വരുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്നാണ്, ഇനീഷ്യേറ്റീവ് വരുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്നാണ്. ആ സെർച്ച് എന്ന് പറയുന്നത്, ആ ഇനീഷ്യേറ്റീവ്, ആ പുഷ് വരുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളതായതുകൊണ്ട് തന്നെ ഇത് ഇൻഡിവിജ്വൽ ഓറിയൻറ്റഡ് ആണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നോളജ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. സോ വെനെവർ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ആർ ഡൺ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ് ഓർ ഇലക്ട്രോണിക് മീഡിയ, അതിനെ വിളിക്കുന്നതാണ് ഇൻഡിവിജ്വൽ ഓൺലൈൻ ലേണിംഗ്. നെക്സ്റ്റ് വൺ ഇസ് കൊളാബറേറ്റീവ് ഓൺലൈൻ ലേണിംഗ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഡിവിജ്വൽ ഓൺലൈൻ ലേണിംഗ് ഒരിക്കലും ടീം വർക്ക് ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കൊളാബറേറ്റീവ് ടാസ്ക്സോ അല്ലെങ്കിൽ ടീം വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഗെയിംസിനോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനോ പറ്റത്തില്ല. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സൂട്ടബിൾ. ഒറ്റയ്ക്ക് നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും യു വിൽ നോട്ട് ബി എ ഗുഡ്, എന്താ പറയുക, നല്ലൊരു ടീംമേറ്റിനുള്ളത് ഇപ്പം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ടീം മീൻസ് യു ഹാവ് ടു ബി ഏബിൾ ടു വർക്ക് ഇൻ ഒന്നിലധികം ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആക്ച്വലി ഒരു ടീം ആവുന്നത്. അവിടെ വരുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള കൊളാബറേറ്റീവ് ഓൺലൈൻ ലേണിംഗ്. കൊളാബറേറ്റീവ് ആ പേര് പോലെ തന്നെ ഇറ്റ്സ് എ മോഡേൺ ടെക്നീക്ക്. ഇൻഡിവിജ്വൽ നേരത്തെ പറഞ്ഞ കുറച്ച് പഴയ മോഡലാണ്, വേ ഓഫ് ലേണിംഗ് ആണ്. കൊളാബറേറ്റീവ് ഇപ്പോഴാണ് കുറച്ചുകൂടി മോഡേൺ ആണ് കമ്പാരിറ്റീവ്ലി. കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള ടീം ബേസ്ഡ് ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ ടീം ബേസ്ഡ് ടാസ്കുകൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ്. ഓക്കെ, ദിസ് ഈസ് അനദർ ഫോം. ഇതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചിട്ട് വി കോൺകർ അല്ലെങ്കിൽ വി ടാക്കിൾ വൺ ഓർ മോർ ഏരിയാസ് ആസ് എ ഗ്രൂപ്പ്. ഓക്കെ, സാധാരണ ഇതിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാവുന്നത്, ഇപ്പോൾ ടീച്ചർ ഒരു എൻറ്റയർ ലൈവ് സെഷനെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് അവർക്ക് ഓരോ ആക്ടിവിറ്റീസ് കൊടുക്കുന്നു. ആ ഗ്രൂപ്പിലിരുന്നു കൊണ്ട് തന്നെ ഈവൻ ദോ യു ആർ നോട്ട് നിയർ ബൈ, യു ആർ ഡൂയിങ് ദറ്റ് ലേണിംഗ് ത്രൂ ഓൺലൈൻ മെത്തേഡ്. ആ ഓൺലൈനിൽ തന്നെ നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്ത് സെറ്റാക്കുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് കൊളാബറേറ്റീവ് ഓൺലൈൻ ലേണിംഗ്. Okay, so these are the major 10 types of e-learning. Hope you've understood the content. In case of any doubts, please feel free to message me on my WhatsApp number. Thank you.